ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷമൊക്കെയാണ് കേട്ടോ രാവിലെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് കുളിയൊക്കെ എല്ലാതും കഴിഞ്ഞ് നമ്മുടെ അടുക്കളയിൽ കയറിയിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ 3 തുളസിൻ്റെ ഇല ഇട്ട് ഒരു വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. ഏകാദശി ആയതുകൊണ്ട് ആ ഒരു പരിപാടിയാണെന്ന്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കൊന്ന് പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. രാവിലേക്ക് ചായക്ക് പൂരിയാണ്. ഇന്നലെ റവ ഉപ്പുമാവ് ഇതൊക്കെ ഉണ്ടാക്കിയത് അന്ന് പിന്നെ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ പൂരി ഉണ്ടാക്കിയായിരുന്നു, ഉച്ചയ്ക്ക് ശേഷം പൂരി ഉണ്ടാക്കിയിരുന്നു. ഇന്ന് പിന്നെ രാവിലെ തന്നെ റവ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ട് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് കുഴച്ച് റെഡിയാക്കി സെറ്റാക്കി എടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഞങ്ങൾ 2 പേരാണ്, 2 പേർക്ക് ആവശ്യത്തിനുള്ള പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ആക്കി നന്നായിട്ട് കുഴച്ചെടുത്തെടുക്കണം. ഇനി ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുക, പൂരിക്കുള്ളത് ഉണ്ടാക്കിയെടുക്കാന്നൊക്കെ പറയില്ല. നമ്മൾ ചപ്പാത്തിക്കായാലും പൂരിക്കായാലും ഇപ്പോൾ ഈ വട്ടം കൊണ്ട് ശരിയായി കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. കാരണം ഇതുണ്ടാക്കാൻ ശരിക്കും അറിയില്ല കറക്റ്റായിട്ട്. ഞാനിത് അങ്ങോട്ട് ഉണ്ടാക്കലുമില്ല കേട്ടോ. എപ്പോഴേലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും, വീട്ടിലാകുമ്പോൾ ഉണ്ടാക്കും. ശരിക്കും കൊണ്ടുവരുന്നൊന്നും ഉണ്ടാക്കൂല, അഥവാ ഷേപ്പൊന്നും ഇല്ലെങ്കിലേ മോശമല്ല. പിന്നെ എനിക്ക് പൂരി ഭയങ്കര ഇഷ്ടമാണ്. നല്ല കറുമുറ പറയണ പൂരി, നല്ല മൈദയിലുള്ള പൂരി ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇരിക്കില്ലേ. അപ്പം അങ്ങനെ നമ്മളിതാ ആദ്യ റൗണ്ട് അങ്ങോട്ട് സെറ്റായിട്ടുണ്ട്. ഇത് ചപ്പാത്തിയൊക്കെ പരത്താൻ എല്ലാ ആൾക്കാർക്കും അറിയുണ്ടാവില്ല, എനിക്ക് വലുതായിട്ട് അറിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ എങ്ങനെയോ ഒരു റൗണ്ടൊക്കെ ആയിട്ടുണ്ട്, വട്ടത്തിനായിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തേക്ക് ആക്കി ഇങ്ങനെ വെക്കുക. ഇനി ബാക്കിയും കൂടി ഉള്ളത് ഇങ്ങനെ വേഗം അങ്ങോട്ട് പരത്തി റെഡിയാക്കി എടുക്കട്ടെ. പാറു എണീറ്റിട്ടില്ല, ആൾ 5 മണിക്ക് എണീറ്റ് പിന്നെ കുറച്ച് ചായയൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൾ എണീക്കാനാകുമ്പോഴേക്കൊക്കെ റെഡിയാക്കണം. ഇപ്പോൾ പഴം പുഴുങ്ങിയതും അതുപോലെ തന്നെ പൂരിയും കിഴങ്ങ് ആണ് ഉണ്ടാക്കുന്നത്. കിഴങ്ങ് ഇഷ്ടംപോലെ ചെറുമട്ടത്തിലായിട്ട് മഞ്ഞൾപ്പൊടി മുളകും പൊടി ചേർക്കുന്നില്ല, പച്ചമുളകൊക്കെ ഇട്ടിട്ട് ചെറിയൊരു കറി പോലെ ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആവശ്യത്തിനുള്ളത്, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാ സംഭവങ്ങളും. ഇന്ന് ഫുൾ പ്രിപ്പറേഷൻ ഞാനാണ്. പിന്നെ അമ്മ പണിക്ക് പോകാനാകുമ്പോഴേക്കൊക്കെ വേഗം റെഡിയാക്കുകയാണ്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്താ ചപ്പാത്തി അങ്ങോട്ട് പൊന്തണില്ലേ ഇത് അങ്ങനെ നിൽക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്നാണ് ഞാൻ എൻ്റെ ഗ്ലാമർ നോക്കുകയാണ്. ഏതായാലും നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ നിൽക്കുക. നമ്മൾ ഇടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ നിങ്ങളൊക്കെ അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തട്ടോ. അപ്പം കിഴങ്ങാട്ടോ. അപ്പം അങ്ങനെ കിഴങ്ങ് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. എല്ലാതും എൻ്റെ വകയാണ്. നേന്ത്രപ്പഴം പുഴുങ്ങി, ചായ ഉണ്ടാക്കൽ കഴിഞ്ഞു. പൂരി നല്ല ചൂടോടെ അങ്ങനെ കഴിക്കണം, അടിപൊളി ടേസ്റ്റാണ്. ഗോതമ്പ് പൊടി, അതായത് നമ്മൾ ആട്ടപ്പൊടി ഇഷ്ടമാതിരി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഓരോന്നും ഉണ്ടാക്കുക. അതുകൊണ്ട് അടയിട്ടും ഉണ്ടയിട്ടും ഒക്കെ ഉണ്ടാക്കുക. അമ്മ ഒറ്റയ്ക്ക് ആകുമ്പോൾ അമ്മ പിന്നെ ഒന്നും കഴിക്കുന്നില്ല, അങ്ങനെ അമ്മയ്ക്കൊന്നും വേണമെന്നില്ല. കഞ്ഞി വെച്ച് കുടിച്ചാൽ കുടിച്ചു, അങ്ങനെ ഒരു മട്ടാണ്. നമ്മളൊക്കെ വരുമ്പോഴാണ് ഇവിടുത്തെ സാധനങ്ങളൊക്കെ മൊത്തം കഴിയും ചെയ്യുക. ഞാനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തിന്നുകൊണ്ടിരിക്കുക, നമ്മളെ തടിയണ്ടേ.
എൻ്റെ വീട്ടിൽ വരുമ്പോഴാണോ ഞാൻ പണിയെടുക്കൽ. അവിടെ പിന്നെ അങ്ങനെ പണിയൊന്നും ഉണ്ടാവില്ല, ഒക്കെ അമ്മേനെ വേഗം എടുക്കും. അമ്മയ്ക്ക് ഭയങ്കര സ്പീഡാണ്. നമുക്കടങ്ങ നമ്മൾ നിൽച്ചിരുമ്പോഴേക്കും അമ്മേൻ്റെ പണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും അമ്മ. പിന്നെ അവിടെ ആകുമ്പോൾ മുറ്റടിക്കാനും അടിച്ചേക്ക് വയ്ക്കാനും മാത്രമേ നമുക്ക് പണി ഉണ്ടാവുള്ളൂ. ചില സമയത്ത് നമ്മൾ തൊഴിലുറപ്പിന് പോകുമ്പോൾ കറി ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മാത്രമേ നമുക്ക് കറി ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ വന്നാൽ പിന്നെ ഫുൾ പണി നമ്മൾ തന്നെയാണ്. അമ്മയ്ക്ക് ലീവുള്ള ദിവസം മാത്രമാണ് അമ്മ എടുക്കൽ. എന്നിട്ട് അമ്മ പോകാനാകുമ്പോഴേക്കും എല്ലാവരും റെഡിയാക്കും. അമ്മയ്ക്ക് പണിയില്ലെങ്കിൽ അമ്മേൻ്റെ ചോറും കറിയൊക്കെ തിന്നാൻ നമുക്കൊരു പൂതിയല്ലേ. അപ്പോൾ അമ്മ കൂലിപ്പണിക്കാണ് പോണത് കേട്ടോ. തേപ്പിനൊക്കെയാണ് പോണത് അമ്മ. പല വീഡിയോയിലും ഉണ്ട്, മുന്നത്തെ വീഡിയോയിലൊക്കെ എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പം ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരോടാണെങ്കിൽ പറയാൻ കേട്ടോ. അപ്പം അങ്ങനെ ഏകദേശം നമ്മൾ പൂരിയൊക്കെ ചുട്ടുണ്ട് ഇതെല്ലാം അങ്ങോട്ട് കഴിയാനായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതങ്ങോട്ട് റെഡി ആയിട്ട് വേണം നമുക്ക് നമ്മുടെ കറിയും കൂടി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. അടുക്കളയ്ക്ക് ഭയങ്കര വെയിലാണ് വരിക കേട്ടോ. അപ്പം അങ്ങനെതാ ഞാൻ വേഗം അങ്ങോട്ട് കറിയും കൂടി അങ്ങോട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു. അതുപോലെ തന്നെ നമ്മളെ പൂരി ഉണ്ടാക്കിയ ഓയിൽ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അയക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കിഴങ്ങ് മൂത്ത് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മുപ്പിച്ചു. അതിലേക്ക് പച്ചമുളകും കരിവേപ്പിലയും ഇട്ടു. കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിരുന്നു. ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു. അപ്പോൾ നമ്മുടെ കറി സെറ്റായി കേട്ടോ. അപ്പോൾ നമ്മുടെ വിഭവം ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും, വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. നല്ല വിഭവ വിശേഷമായിട്ട് മറ്റൊരു ദിവസം വരാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി.